Hello students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഫേഡിംഗ് ചാനലിൽ കൂടി ഒരു ബൈനറി സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിന് ഉണ്ടാകുന്ന എറർ പ്രോബബിലിറ്റി എങ്ങനെയാണ്, അതിനകത്ത് എറർ വരുന്നത്, ആ എറർ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നത്. സോ we know when a signal is transmitted, ഇപ്പം ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്. സോ ദിസ് സിഗ്നൽ ഈസ് ബീങ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ ഫേഡിംഗ് ചാനൽ. ഇവിടെ നമ്മൾ മോഡൽ ചെയ്യുന്നത് ആ ഫേഡിംഗ് ചാനലിനെ റെയ്ലീ ഫേഡിംഗ് ചാനലായിട്ടാണ്. ഓക്കെ, യു മൈറ്റ് ഹാവ് ലേൺഡ് അബൌട്ട് റെയ്ലീ സ്കാറ്ററിംഗ് ഒക്കെ അല്ലേ, നമുക്കിതെല്ലാം നല്ല ഫെമിലിയർ ആണ്, റെയ്ലീ സ്കാറ്ററിംഗ് ആൻഡ് ഓൾസോ. ഇവിടെ നമ്മൾ മോഡൽ ചെയ്യുന്ന മൾട്ടിപാത്ത് ചാനലിനെ റെയ്ലീ മോഡലിംഗ് വെച്ചിട്ടാണ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റെയ്ലീ ഡിസ്ട്രിബ്യൂഷനുമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് നേരത്തെ നമ്മുടെ ആ ഒരു പാസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ BPSK BFSKയിലൊക്കെ നമ്മൾ AWGN മോഡലായിട്ടായിരുന്നു അവിടെ ചാനലിനെ ഡിസ്ക്രൈബ് ചെയ്തത് അല്ലേ, കാരണം അവിടെ ആഡ് ചെയ്തിരുന്ന നോയ്സ് എന്ന് പറയുന്നത് ആ വൈറ്റ് നോയ്സ് ആയിരുന്നു. സിമിലർലി ഇവിടെ നമ്മൾ മോഡൽ ചെയ്യുന്നത് AWGN ഉണ്ടാവും തീർച്ചയായിട്ടും ചാനലിൽ, എലോങ് വിത്ത് ദാറ്റ് റെയ്ലീ ഫേഡിങ്ങും കൂടി ഒക്കർ ചെയ്യുന്നു എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നത്. സോ ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്തു, ആ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ചാനലിലേക്ക് ആ സിഗ്നൽ വന്നു. അപ്പോൾ ചാനലിലേക്ക് വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ ചാനലിൽ റെയ്ലീ ഫേഡിങ് സംഭവിക്കും അല്ലേ. റെയ്ലീ അല്ലെങ്കിൽ ആ ചാനൽ ഒരു മൾട്ടിപാത്ത് ചാനലിലേക്ക്, ആ വയർലെസ് ചാനലിലേക്ക് നമ്മൾ ഈ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സിഗ്നലിന് ഫേഡിങ് ഉണ്ടാവും. ഓക്കെ, സോ ആ ഫേഡിങ്ങിനെ ഞാൻ മോഡൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, റെയ്ലീ ഫേഡിങ്, ബിക്കോസ് ആ ഫേഡിങ് കാരണം സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ അറ്റുനുവേറ്റഡ് ആകും, സിഗ്നൽ വിൽ ഗെറ്റ് അറ്റുനുവേറ്റഡ്. സോ ആ റെയ്ലീ ഫേഡിങ്ങിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാരാമീറ്ററിനെ ഞാൻ സ്മോൾ h എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ ചാനലിൽ റെയ്ലീ ഫേഡിങ് കൂടാതെ മറ്റൊന്നും കൂടി ഉണ്ടാവും. എന്താണ്? നമ്മുടെ വൈറ്റ് നോയ്സ് അല്ലേ. വി ഹാവ് ഓൾറെഡി ലേൺഡ് AWGN നോയ്സും അതിൻ്റെ കൂടെ ആഡഡ് ആവും. വൈറ്റ് നോയ്സ് എന്ന് പറയുമ്പോൾ അഡിറ്റീവ് ആണ്, അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ് ആണ്. വിൽ ഓൾസോ, സോ ദിസ് ഈസ് ദ ചാനൽ. ഇതാണ് ആ ചാനൽ പോർഷൻ. ചാനലിനകത്ത് റെയ്ലീ ഫേഡിങ് സംഭവിക്കും. അതിനെ നമ്മൾ റെയ്ലീ ഫേഡിങ് ആയിട്ടാണ് മോഡൽ ചെയ്തിരിക്കുന്നത്. എലോങ് വിത്ത് ദാറ്റ് വൈറ്റ് നോയ്സ് WT വിൽ ഓൾസോ ഗെറ്റ് ആഡഡ്. എന്നിട്ട് ഫൈനലി നമുക്ക് സിഗ്നൽ റിസീവ് ചെയ്യും അല്ലേ. റിസീവ്ഡ് signal will be received. So this received signal will have what Rayleigh fading as well as Gaussian distributed noise അതിനകത്ത് ഉണ്ടാവും. This received signal will be nothing but a sum of Rayleigh distributed variable as well as it will contain a Gaussian വൈറ്റ് നോയ്സ്, അതിൻ്റെ റാൻഡം വേരിയബിളും ഡിസ്ട്രിബ്യൂട്ടഡ്, അതിൻ്റെ ആ ഒരു അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിളും കൂടി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റിസീവ്ഡ് സിഗ്നലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഒരു മൾട്ടിപാത്ത് എൻവയൺമെൻറ്റിൽ ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഒരു മൾട്ടിപാത്ത് എൻവയൺമെൻറ്റിൽ അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു മൾട്ടിപാത്ത് ചാനലിൽ അല്ലെങ്കിൽ ആ ഒരു വയർലെസ് ചാനലിൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ സിഗ്നലിനെ ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഏതൊക്കെയാണ്. സോ അവർ സിഗ്നൽ ഈസ് ബീങ് അഫക്റ്റഡ് ഹിയർ ഒന്ന് ബൈ ദ AWGN അല്ലേ. അവർ സിഗ്നൽ ഈസ് അഫക്റ്റഡ് ബൈ ദ AWGN വൈറ്റ് നോയ്സ് റെപ്രസെൻറ്റഡ് ബൈ WT. ആൻഡ് ഓൾസോ നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ കൂടെ ഈ അഡിറ്റീവ് വൈറ്റ് നോയ്സ് ആഡ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന സിഗ്നലിന് റെയ്ലീ ഫേഡിങ് കാരണം അറ്റുനുവേഷനും സംഭവിക്കും അല്ലേ. സോ ആംപ്ലിറ്റ്യൂഡ് സോ ദീസ് ടു ആർ what is happening to our transmitted signal. Amplitude and phase fluctuations ഉണ്ടാവും. Amplitude and phase fluctuations okay will occur in the received signal. അപ്പോൾ റിസീവ് ചെയ്യുന്ന സിഗ്നലിനകത്ത് AWGN additive white Gaussian noise വെച്ചിട്ടുള്ള കറപ്ഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് ദ റിസീവ്ഡ് സിഗ്നൽ വിൽ ബി കറപ്റ്റഡ് ബൈ ദ additive white Gaussian noise as well as the received signal will have amplitude and phase fluctuations due to the fading. Okay, due to fading. ഓക്കെ, അപ്പം ഇത് രണ്ടും അടങ്ങിയ ഒരു റിസീവ്ഡ് സിഗ്നലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. റിസീവ്ഡ് സിഗ്നലാണ് കിട്ടുന്നത്. സോ ലെറ്റ് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെ ST വെച്ചിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെ ഞാനിവിടെ ST വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്.
ഓക്കെ, നമുക്ക് ഈ ഒരു മൾട്ടിപാത്ത് ചാനലിനെ മോഡൽ ചെയ്യുമ്പോഴത്തേക്കും പാസ് ബാൻഡ് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. ഓഫ് കോഴ്സ് മോഡുലേറ്റഡ് സിഗ്നലിനെയാണ് നമ്മൾ അയക്കുന്നത്, പാസ് ബാൻഡ് സിഗ്നലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അതിന് റിസീവ്ഡ് സിഗ്നലിൻ്റെ കോംപ്ലക്സ് എൻവലപ്പാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ റിസീവ്ഡ് സിഗ്നൽ. ആ റിസീവ്ഡ് സിഗ്നലിൻ്റെ കോംപ്ലക്സ് എൻവലപ്പാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ we will first write the received signal equation, and the complex envelope of the received signal is what we write here. Received signalന്റെ ആ ഒരു കോംപ്ലക്സ് എൻവലപ്പ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ എസ് ഓഫ് ടി ആണ്. ഫൈനലി ഞാൻ റിസീവ് ചെയ്യുന്ന സിഗ്നലിനെ സപ്പോസ് ഇഫ് ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഓഫ് ടി. അപ്പോൾ എക്സ് ഓഫ് ടിയുടെ കോംപ്ലക്സ് പാർട്ടിനെ നമ്മൾ ഒരു വേവ് വെച്ചിട്ട്, ദാറ്റ് മീൻസ് ഐ വിൽ ഷോ യു like this. X of t ആണ് റിസീവ്ഡ് സിഗ്നൽ. അതിൻ്റെ കോംപ്ലക്സിനെ ഒരു വേവ് പോലുള്ളൊരു സിമ്പിൾ വെച്ചിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ടിൽഡ എന്ന് പറയും. ഓക്കെ, ഈ ഓപ്പറേറ്ററിനെ ടിൽഡ എന്നും പറയും. ഓക്കെ, ആ എക്സിൻ്റെ മുകളിൽ ഒരു വേവ് ലൈക്ക് റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, അത് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ഇതൊരു കോംപ്ലക്സ് വാല്യൂ ആണ്. ആ കോംപ്ലക്സ് വാല്യൂവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സിഗ്നലിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വേവ് ലൈക്ക് ഷേപ്പ് ഇടുന്നത്. ഓക്കെ, സോ ഈ ട്രാൻസ്മിറ്റഡ് സിഗ്നലിൻ്റെയും എല്ലാത്തിൻ്റെയും ആ കോംപ്ലക്സ് എൻവലപ്പാണ് എടുക്കുന്നത്. ഓക്കെ, ട്രാൻസ്മിറ്റഡ് സിഗ്നലിൻ്റെ കൂടെ എന്തുണ്ടാവും? ആഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയും കോംപ്ലക്സ് എൻവലപ്പാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ് മാത്രമാണോ? അല്ല, ഫേഡിങ് കാരണമുള്ള അറ്റുനുവേഷനും സംഭവിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ആ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എസ് ഓഫ് ടിക്ക് എന്തൊക്കെ സംഭവിക്കും? ഡ്യൂ ടു ഫേഡിങ് കാരണം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനും അറ്റുനുവേഷൻ സംഭവിക്കും, ആസ് വെൽ ആസ് ഫേസിനും അറ്റുനുവേഷൻ സംഭവിക്കും. ഓക്കെ, ഇതിനകത്ത് ആ ഒരു ആംപ്ലിറ്റ്യൂഡിൻ്റെ അറ്റുനുവേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽഫയും ഫേസിൻ്റെ ആ ഒരു ചേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫൈയും എടുക്കുവാണ്. സോ ഈ ഒറിജിനലി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എസ് ഓഫ് ടി ആണെങ്കിൽ ആ ഒരു സിഗ്നലിന് വരുന്ന വ്യത്യാസം ഡ്യൂ ടു ഫേഡിങ് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഇക്വേഷനെ തന്നെ ഞാൻ മോഡിഫൈ ചെയ്യുവാണ്. സോ റിസീവ്ഡ് സിഗ്നൽ will be represented as alpha എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഫ്ലക്ച്വേഷൻ. സോ ആൽഫ ടൈംസ് ഓക്കെ എസ് ഓഫ് ടി. മാത്രമല്ല ഒരു ഫേസ് ഫ്ലക്ച്വേഷൻ കാണും. ആ ടേമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ ഫൈ. ഓക്കെ, റൈറ്റ് ഇറ്റ്. ഓക്കെ, ഹിയർ എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ ഫൈ. സോ ഈ ആൽഫ ടൈംസ് എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ ഫൈ ഇത്രയൊരു ടേം ഓക്കെ ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് ടു ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. അപ്പോൾ അതാണ് ഫേഡിങ് കാണിക്കുന്നത് അല്ലേ. ഇവിടെ റെയ്ലീ ഫേഡിങ്ങിൻ്റെ ആ ഒരു പാരാമീറ്റർ ഓക്കെ വിച്ച് വിൽ ഹാവ് ബോത്ത് ആംപ്ലിറ്റ്യൂഡ് ആസ് വെൽ ആസ് ദ ഫേസ് അറ്റുനുവേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് ടു ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എസ് ഓഫ് ടി. അപ്പോൾ അതാണ് ഇവിടെ ആ ഒരു റെയ്ലീ ഫേഡിങ്ങിൻ്റെ അറ്റുനുവേഷനാണ് ഈ ഒരു പോർഷൻ കാണിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് AWGN സിഗ്നലാണ്. ആൻഡ് ദിസ് വേവ് ലൈക്ക് സിഗ്നൽ ഡിനോട്ട്സ് ദ കോംപ്ലക്സ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ എസ് ഓഫ് ടി ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഫേഡിങ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ഇതിനെ ഫേഡിങ് കോഎഫിഷ്യൻ്റ് എന്നും പറയും. ആൽഫേനെ ഫേഡിങ് കോഎഫിഷ്യൻ്റ് എന്നും പറയും. സോ ഹിയർ ദ സിഗ്നൽ ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഫേഡിങ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഈ ഫേഡിങ് കോഎഫിഷ്യൻറ്റിനകത്ത് ആൽഫ ഉണ്ട്. ആൽഫ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൽഫ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് പാർട്ട് അല്ലേ. ആൻഡ് ഫൈ എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി റെപ്രസെൻറ്റിങ് ദ ഫേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സിഗ്നൽ എസ് ഓഫ് ടിയുടെ എസ് ഓഫ് ടി എന്ത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആ ഫേഡിങ് കോഎഫിഷ്യൻറ്റ് വെച്ച് മൾട്ടിപ്ലൈഡ് ആവുകയാണ്. ഈ ഫേഡിങ് കോഎഫിഷ്യൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ആൽഫ. ഓക്കെ, സോ ആൽഫ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫൈ റെപ്രസെൻറ്റ്സ് ദ ഫേസ്. അപ്പോൾ ഇത് രണ്ടും അടങ്ങിയ ആ ഫേഡിങ് കോഎഫിഷ്യൻറ്റ് വെച്ച് ആ എസ് ഓഫ് ടി മൾട്ടിപ്ലൈഡ് ആയിരിക്കുവാണ് ഇവിടെ. ഓക്കെ, ഞാൻ പറഞ്ഞു മാഗ്നിറ്റ്യൂഡാണ് ആൽഫ അല്ലേ. ആ ഫേഡിങ് കോഎഫിഷ്യൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ആൽഫ. അപ്പോൾ ഫേഡിങ് കോഎഫിഷ്യൻറ്റിനെ ഇവിടെ റേലീ ഫേഡിങ്ങിനകത്ത് ഞാൻ എച്ച് എന്ന് പറഞ്ഞ ഒരു പാരാമീറ്ററാണ് ഇവിടെ മൾട്ടിപ്ലൈഡ് ആകുന്നത്. എച്ച് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ഒരു ഫേഡിങ് കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഈ എച്ചിന് ആൽഫ എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഫൈ എന്ന് പറഞ്ഞ ഫേസും ഉണ്ട്. ഓക്കെ, സോ ഞാൻ ഈ മാഗ്നിറ്റ്യൂഡിനെ എച്ചിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഹിയർ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ആൽഫ ആൻഡ് ഫേസ്. ഓക്കെ, ഫേസ് ഓഫ് എച്ചിനെ ഐ എം ഗോയിങ് ടു റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ഫൈ.
Okay, now I'm going to write the received signal. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് റിസീവ്ഡ് സിഗ്നലിൻ്റെ ഇക്വേഷൻ എഴുതി, അതിൻ്റെ കോംപ്ലക്സ് എൻവലപ്പ് എഴുതി. ഈ റിസീവ്ഡ് സിഗ്നലിൻ്റെ പവർ നമുക്കൊന്ന് എഴുതാം. ഓക്കെ, സോ റിസീവ്ഡ് സിഗ്നൽ പവർ, റിസീവ്ഡ് സിഗ്നൽ പവർ. ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഇൻറ്റു transmitted power. Okay, where P is the transmitted power. P ട്രാൻസ്മിറ്റ് ചെയ്ത പവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ കൂടി അതിനെ ട്രാൻസ്മിറ്റഡ് ആയി റിസീവർ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ പവറിന് അറ്റിനുവേഷൻ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ആ പവർ വിൽ ഗെറ്റ് അറ്റിനുവേറ്റഡ്. സോ ദാറ്റ് ഈസ് വൈ ദിസ് പവർ ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ്. അതാണ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ആയിട്ട് എടുത്തിരിക്കുന്നത്. വേർ പി ഈസ് ദ ട്രാൻസ്മിറ്റഡ് പവർ. ട്രാൻസ്മിറ്റഡ് പവറിന് അറ്റിനുവേഷൻ സംഭവിക്കും. ഓക്കെ, നോ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച്? മാഗ്നിറ്റ്യൂഡിനെ ആൽഫ ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് ആൽഫ സ്ക്വയർ ടൈംസ് പി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നോ വി നോ സിഗ്നലിൻ്റെ ആ ഒരു പവർ, അത് സിഗ്നൽ ടു നോയിസ് റേഷ്യോ, ആ ഒരു ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇ ബി ബൈ എൻ നോട്ട് ടേം വെച്ചിട്ടാണ് അല്ലേ? ഇ ബി ബൈ എൻ നോട്ട് ടേം ആണ് ആ സിഗ്നൽ ടു നോയിസ് റേഷ്യോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിഗ്നലിൻ്റെ പവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആൽഫ സ്ക്വയർ ഇ ബി ബൈ എൻ നോട്ട് എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ഈ റിസീവ്ഡ് സിഗ്നൽ പവറിനെ ഞാനിനി സിംപ്ലി ഐ എം ഗോയിങ് ടു റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ഗാമ. സോ gamma is equal to alpha square times EB by N naught എന്ന് എഴുതിയുണ്ട്. അപ്പോൾ EB by N naught ആണ് ആ ട്രാൻസ്മിറ്റഡ് പവർ എങ്കിൽ ഗാമ എന്ന് പറയുന്നത് എന്താണ്? റിസീവ്ഡ് സിഗ്നലിൻ്റെ പവറാണ്. ആ റിസീവ്ഡ് സിഗ്നലിൻ്റെ പവർ ഈസ് ഗെറ്റിംഗ് അറ്റുനുവേറ്റഡ് ബൈ ആൽഫ സ്ക്വയർ ടൈംസ് അറ്റുനുവേഷൻ സംഭവിച്ചിരിക്കുന്നതാണ് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് സിംബൽ എറർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് സിംബൽ എറർ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം, ദാറ്റ് ഈസ് ദ ബിറ്റ് എറർ ഓർ എറർ പ്രോബബിലിറ്റി. ഓക്കെ, എറർ പ്രോബബിലിറ്റി ഇത് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. എറർ പ്രോബബിലിറ്റി ഓക്കെ ഫോർ എ കൊഹിയറൻറ്റ് BPSK സിസ്റ്റം. ഓക്കെ, ഫോർ എ കൊഹിയറൻറ്റ് BPSK സിസ്റ്റം, ഒരു കൊഹിയറൻറ്റ് BPSK സിസ്റ്റത്തിൻ്റെ എറർ പ്രോബബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്? എറർ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1/2 കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ റൂട്ട് ഓഫ് EB by N naught. ഇത് ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പത്തെ മോഡ്യൂളിൽ ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. ഞാനിവിടെ കൊഹിയറൻറ്റ് BPSK അസ്യൂം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെ BPSK മോഡുലേറ്റഡ് ആണെന്ന് പറഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി BFSK ആണെങ്കിൽ ഇത് ഈ എറർ പ്രോബിലിറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം വരും. സോ ഹിയർ ഐ ആം ഇനിഷ്യലി അസ്യൂമിങ്, ഓക്കെ, ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഐ ആം അസ്യൂമിങ് ദാറ്റ് ദ സിഗ്നൽ ഈസ് BPSK മോഡുലേറ്റഡ്. അപ്പോൾ അങ്ങനെ ഒരു BPSK മോഡുലേറ്റഡ് സിഗ്നലിൽ ഉണ്ടാവുന്ന എറർ പ്രോബബിലിറ്റിയുടെ ഇക്വേഷനാണ് ഇത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇനി ഈ ഒരു സിഗ്നലിനെ നമ്മളൊരു മൾട്ടിപാത്ത് എൻവയൺമെൻറ്റിൽ കൂടിയല്ലേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപാത്ത് എൻവയൺമെൻറ്റിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം അതിനുണ്ടാവുന്ന ആ ഒരു സിഗ്നൽ ടു നോയിസ് റേഷ്യോയുടെ റിഡക്ഷൻ, അതാണല്ലോ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഗാമ. സോ ഇവിടുത്തെ സിഗ്നൽ ടു നോയിസ് റേഷ്യോ EB by N naught ആണെങ്കിൽ ഇൻ മൾട്ടിപാത്ത് എൻവയൺമെൻറ്റിൽ ഈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഈസ് ഗിവൺ ബൈ ദിസ് ടേം, വിച്ച് ഗാമ ടേം ആണ്. ഓക്കെ, ഗാമയായിരിക്കും നമുക്ക് തരുന്നത്. സോ ഗാമ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ശരിക്കും ഈ ഗാമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അറ്റുനുവേറ്റഡ് വേർഷൻ ഓഫ് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എനർജി പെർ ബിറ്റ് ടു നോയിസ് ഫോർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എറർ പ്രോബബിലിറ്റി ഫോർ എ കൊഹിയറൻറ്റ് BPSK സിസ്റ്റം വെയർ ദിസ് ടേം EB by N naught is the signal to noise ratio over there. പക്ഷേ ഒരു മൾട്ടിപാത്ത് എൻവയൺമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഈ EB by N naught എന്ന് പറഞ്ഞ സിഗ്നൽ ടു നോയിസ് റേഷ്യോയ്ക്ക് അറ്റുനുവേഷൻ സംഭവിച്ചു. ഇതിനെയാണ് നമ്മൾ ഗാമ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഗാമയാണ് മൾട്ടിപാത്ത് എൻവയൺമെൻറ്റിലെ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഇൻ എ മൾട്ടിപാത്ത് എൻവയൺമെൻറ്റ്. ഓക്കെ, ഇൻ എ മൾട്ടിപാത്ത് എൻവയൺമെൻറ്റ് is given by this gamma, which we have already written here. Okay, is given by gamma. അപ്പോൾ നമുക്കറിയാം ഗാമ ഈസ് വാട്ട്? ഗാമ ഈസ് ആൽഫ സ്ക്വയർ EB by N naught. ഓക്കെ, അപ്പോൾ സാധാ ഒരു അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ് മാത്രം എഫക്റ്റ് ചെയ്യുന്ന ആ ചാനലിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ EB by N naught ആയിരുന്നു. പക്ഷേ മൾട്ടിപാത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആൽഫ സ്ക്വയർ ടൈംസ് EB by N naught ആയി മാറും. ഓർ നമുക്ക് പറയാൻ സാധിക്കും ഗാമ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലാണ്? EB by N naught പ്രപ്പോർഷണലാണെന്ന് നമുക്ക് പറയാം അല്ലേ?
സോ ഒരു മൾട്ടിപാത്ത് എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോൾ ഈ എറർ പ്രോബബിലിറ്റിക്ക് എന്താ വ്യത്യാസം വരുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് ഇ ബി ബൈ എൻ നോട്ട് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗാമ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ദ എറർ പ്രോബബിലിറ്റി, ഓക്കെ, ഗാമയ്ക്ക് നോർമലി പറയുന്നത് ദിസ് ഗാമ ഈസ് നത്തിങ് ബട്ട് attenuated version of the transmitted signal. Okay, transmit ചെയ്യുന്ന സിഗ്നലിൻ്റെ attenuated version ആണ് ഗാമ. or transmitted സിഗ്നലിൻ്റെ എനർജി പെർ ബിറ്റ്, അതായത് ഇ ബി അല്ലേ, ടു എൻ നോട്ട്. ഇ ബി ബൈ എൻ നോട്ട് അല്ലേ, ഇ ബി ബൈ എൻ നോട്ടിന് വരുന്ന അറ്റ്യൂവേഷനാണ്. സോ ഇ ബി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് സിഗ്നലിൻ്റെ എനർജി പെർ ബിറ്റ് ടു എൻ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോയിസ് സ്പെക്ട്രൽ ഡെൻസിറ്റി. നോയിസ് സ്പെക്ട്രൽ ഡെൻസിറ്റി റേഷ്യോ, ശരിയല്ലേ? ഇ ബി ബൈ എൻ നോട്ട്, ഇ ബി ബൈ എൻ നോട്ടാണ് എനർജി പെർ ബിറ്റ് ടു നോയിസ് സ്പെക്ട്രൽ ഡെൻസിറ്റി റേഷ്യോയ്ക്ക് വരുന്ന അറ്റ്യൂവേഷനാണ് എന്ത്? ഗാമ എന്ന് പറയുന്നത്. Okay, so now I am going to write this error probability equation in terms of gamma. കാരണം നമ്മൾ മൾട്ടിപാത്ത് എൻവയൺമെൻറ്റിൽ കൂടിയാണ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അതേ എറർ പ്രോബബിലിറ്റിയിൽ ഗാമ വരുമ്പോഴത്തേക്കും എന്താണ് എങ്ങനെ നമുക്കതിനെ മോഡിഫൈ ചെയ്താൽ 1/2 കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ റൂട്ട് ഓഫ് ഗാമ എന്ന് എഴുതാം അല്ലേ, ബിക്കോസ് ഗാമ ഈസ് ബീങ് പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ എൻ നോട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, നൗ ഒരു റെയ്ലി ഫേഡിങ് ചാനലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഫേഡിങ്ങിനെ നമ്മൾ റെയ്ലി ഫേഡിങ് ആയിട്ടാണ് മോഡൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു റെയ്ലി ഫേഡിങ്ങിന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. AWGൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പല മോഡ്യൂളുകളിലും പഠിച്ചതാണ് അല്ലേ. സിമിലർലി ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഫോർ എ റെയ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് സിഗ്നൽ, ഓക്കെ, ഫോർ എ റെയ്ലി മോഡൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, Rayleigh distribution probability density function for a Rayleigh model is given by, you have to learn this equation. Okay, of course ഇതിനകത്ത് വരുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ probability density function will be depending on gamma. Okay, it will be equal to 1 by gamma naught exponential minus of gamma by gamma naught ആയിരിക്കും എന്ത്? ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഫോർ റെയ്ലീസ് മോഡലിംഗ്. റെയ്ലീ മോഡലിങ്ങിൻ്റെ ആ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണിത്. ഓക്കെ, വേർ ഗാമ വിൽ ഹാവ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ഗാമ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഗാമ നോട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഗാമയുടെ മീൻ വാല്യൂ ആണ്. ഓക്കെ, ഗാമ നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മീൻ വാല്യൂ ഓഫ് ഗാമ. ഓക്കെ, ദറ്റ് ഈസ് ഗാമ നോട്ട് ഈസ് ഈക്വൽ ടു മീൻ ഈസ് found by the expectation operator or expectation mean of gamma or expectation of gamma. Okay, that is expectation of what is gamma alpha square into EB by n naught. Okay, EB by n naught എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണല്ലേ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് EB by n naught into expectation of alpha square എന്ന് നമുക്ക് എഴുതാം. സോ അതാണ് ഈ ഗാമ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ഗാമ നോട്ട് ഇസ് ഈക്വൽ ടു നമ്മൾ ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനകത്ത് യൂസ് ചെയ്തിരുന്ന ഗാമ നോട്ടിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇ ബി ബൈ എൻ നോട്ട് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ആൽഫ സ്ക്വയർ. ഓക്കെ, നൗ ഇപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് കിട്ടി അല്ലേ. പിന്നെ ഇതിനു മുമ്പ് ഇതേ റെയ്ലി ഫേഡിങ് ചാനൽ ഉണ്ടാവുന്ന എറർ പ്രോബബിലിറ്റി PE ഓഫ് ഗാമയും നമുക്ക് കിട്ടി. ഓക്കെ, now we have to find the average probability of simple error. അതെങ്ങനെയാണ്? ഇതിനെ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതിനെ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് ദാറ്റ് ഡെറിവേഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ നീഡഡ്. വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്ത് നോക്കാം. ദറ്റ് ഈസ് നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു റൈറ്റ് ദ average probability of simple error in this multipath environment. Okay, represented by PE. Okay, it is obtained by multiplying PE, error probability PE of gamma with the probability density function and then integrating over the limit 0 to infinity
d gamma. Okay, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് എറർ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. Okay, now if you perform the integration you will get the final equation. Okay, just final equation മതിയാകും. That is 1/2 times 1 minus root of gamma naught divided by 1 plus gamma naught. Okay, ഇങ്ങനൊരു ഇക്വേഷനാണ് നിങ്ങൾക്ക് എറർ പ്രോബബിലിറ്റിക്ക് കിട്ടുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് യു ഗെറ്റ് ഫോർ ദ ആവറേജ് എറർ പ്രോബബിലിറ്റി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓർ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് പറയാം. വാട്ട് ഡസ് ദിസ് ഇക്വേഷൻ ഗീവ്? ദിസ് ഇക്വേഷൻ ഗീവ്സ് ദ ആവറേജ് എറർ പ്രോബബിലിറ്റി ഓർ ഇറ്റ് ഈസ് ദ ബിറ്റ് എറർ റേറ്റ് ഫോർ കൊഹിയറൻറ്റ്, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ, കൊഹിയറൻറ്റ് BPSK ഓവർ എ റെയ്ലി ഫേഡിങ് ചാനൽ. ഒരു റെയ്ലി ഫേഡിങ് ചാനലിൽ കൂടി ഉള്ള ഡേറ്റ ആ ട്രാൻസ്മിഷൻ സമയത്തുള്ള ബിറ്റ് എറർ റേറ്റ് ആണ് ഫോർ എ റെയ്ലി ഫേഡിങ് ചാനൽ. ഓക്കെ, അതിൻ്റെ എറർ പ്രോബബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ശരിക്കും BPSK അസംഷൻ വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് നമ്മൾ ഇനിഷ്യലി കൊഹിയറൻറ്റ് BPSK അസ്യൂം ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത്. ദിസ് ഈസ് വാട്ട് വി ജസ്റ്റ് ഡിറൈവ്ഡ് നൗ. ഇതിനകത്ത് ഇപ്പോൾ ഗാമ നോട്ടിന് ഒരു ലാർജർ വാല്യൂ അസ്യൂം ചെയ്യുവാണെങ്കിൽ ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/4 ഗാമ നോട്ട്. ഈ ബിറ്റ് എറർ റേറ്റ് നമ്മൾ ടൈപ്പ് ഓഫ് സിഗ്നലിംഗ് BPSK അസ്യൂം ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. അതിനകത്ത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുവാണ്. ലാർജർ വാല്യൂ ഓഫ് ഗാമ നോട്ടിനാണെങ്കിൽ ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടും. നോ സിമിലർലി ഇവിടെ നമ്മൾ BPSK അല്ലേ അസ്യൂം ചെയ്തത്, അതിന് പകരം ആ ടൈപ്പ് ഓഫ് സിഗ്നലിംഗ് സ്കീം BFSK ആണെങ്കിൽ ബിറ്റ് റേറ്റ് വിൽ ഗെറ്റ് മോഡിഫൈഡ് ഇൻ ടു ദിസ് ഫോം. അതിൻ്റെ അപ്രോക്സിമേറ്റഡ് ഫോമാണ് ഇത്. Similarly, DPSK and also if you are using some other non-coherent scheme, especially non-coherent BFSK ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ബിറ്റ് എറർ റേറ്റിന് ഇങ്ങനെയായിരിക്കും വ്യത്യാസം വരുന്നത്. ഓക്കെ, അതിൻ്റെ അപ്രോക്സിമേറ്റഡ് ഫോർമുല ഫോർ ലാർജർ വാല്യൂ ഗാമ നോട്ട് വളരെ ലാർജ് ആകുവാണെങ്കിൽ ഇതിനെയൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്ത വാല്യൂസാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബൈനറി സിഗ്നലിംഗ് ഓവർ എ റെയ്ലി ഫീഡിങ് ചാനൽ. സോ പെട്ടെന്ന് പറയുവാണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ ചാനലിൽ കൂടി പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ സംഭവിക്കും? റെയ്ലി ഫീഡിങ് സംഭവിക്കും. പിന്നെ അഡിറ്റീവ് വൈറ്റ് നോയ്സ് വിൽ ഓൾസോ ഗെറ്റ് ആഡഡ്. അപ്പോൾ ആ റെയ്ലി ഫീഡിങ്ങിൻ്റെ പാരാമീറ്റർ H ആണ് അല്ലേ, ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ S(t). അപ്പോൾ അതാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. S(t)യുടെ കൂടെ ആ Hൻ്റെ പാരാമീറ്റർ മൾട്ടിപ്ലൈഡ് ആവുകയാണ്. ഈ Hൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൽഫയും ഫേസ് phi എന്നും എടുത്തു. സോ ആൽഫ റെപ്രസെൻറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ഫേസ് ഈസ് റെപ്രസെൻറ്റ് ബൈ എക്സ്പൊണൻഷ്യൽ -j5. ഓക്കെ, ദാറ്റ് മച്ച് ടൈംസ് ഓക്കെ ഇറ്റ് ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. പക്ഷേ അതിൻ്റെ കൂടെ നോയ്സും കൂടി ആഡപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ടിൽഡ റെപ്രസെൻറ്റ് ദ കോംപ്ലക്സ് എൻവലപ്പ്. പിന്നെ നമ്മൾ ചെയ്തത് റിസീവ്ഡ് പവർ കണ്ടു. ആ റിസീവ്ഡ് സിഗ്നൽ പവർ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ നോയ്സ് റേഷ്യോ പവർ ടൈംസ് ആൽഫ സ്ക്വയർ ആണ്, ഓർ അറ്റിനുവേറ്റഡ് വേർഷനാണ് സിഗ്നൽ പവറിൻ്റെ അല്ലേ. ഫേഡിങ് സംഭവിക്കുമ്പം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഈസ് getting attenuated and it is given by the term alpha, gamma വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ BPSK അസ്യൂം ചെയ്തുകൊണ്ട് എറർ പ്രോബബിലിറ്റി ഇക്വേഷൻ ഇങ്ങനെ എടുത്തു. ഓക്കെ, അപ്പം അതിനകത്ത് ഇനി ഒരു റെയ്ലി ഫേഡിങ്ങും കൂടി കൺസിഡർ ചെയ്യുമ്പം EB/N0 പകരം നമ്മൾ എന്തെഴുതും? ഗാമ വെച്ചിട്ട് നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, നൗ റെയ്ലി മോഡലിങ്ങിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, ആൻഡ് യു മൾട്ടിപ്ലൈ ദീസ് PE of gamma with F gamma and integrate ചെയ്യുമ്പോഴത്തേക്കും ഹിയർ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്തിട്ടില്ല, that is not needed, but if you perform the integration you will get the average error probability or bit error rate ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് for BPSK അസ്യൂം ചെയ്തപ്പോൾ. ഓക്കെ, താങ്ക് യു.